മേനോൻ്റെ അന്ന് അദ്ദേഹം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങുന്ന ആ സമയത്ത് അന്ന് ഞാൻ ആ കമ്പനിയിൽ പാർട്ട് ടൈം ജോലിക്കായിരുന്നു. പാർട്ട് ടൈം ജോലിക്ക് നിൽക്കുമ്പോൾ തന്നെ ഡോക്ടർ മേനോൻ എനിക്ക് ഓഫർ തന്നു അവിടുത്തെ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആകാനായിട്ട്. അങ്ങനെ ഞാൻ റെപ്രസെൻറ്റേറ്റീവായി ഏഷ്യാനെറ്റ് തുടങ്ങുന്ന സമയത്ത് ഞാനൊരു 96 വരെ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അന്ന് എനിക്ക് തോന്നുന്നു റെജി മേനോൻ ഇൻവെസ്റ്റ് ചെയ്തു. അതെ, ശശികുമാർ അല്ലേ? ശശിയാണ് എഡിറ്റർ. അതെ. അന്ന് റെജി എന്നെങ്ങനെ അത്രയും സമ്പന്നനായ? നേരത്തെ അവിടെ അദ്ദേഹം ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ. അന്ന് സോവിയറ്റ് യൂണിയൻ്റെ കാലത്തും പറ്റുമായിരുന്നോ? അല്ല, അന്ന് സോവിയറ്റ് യൂണിയൻ്റെ ഗവൺമെൻറ് ബിസിനസ് ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ നിന്നായിരുന്നു ഒരു ചായ മേടിച്ചിരുന്നത്, സ്പെയർ പാർട്സ് ഒക്കെ മേടിച്ചത് അദ്ദേഹം അതിൽ ഒരാളായിരുന്നു അത് ചെയ്യുന്നത്. അദ്ദേഹം അങ്ങനെ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കി. പഠിക്കാൻ വന്നവരാണ്? പഠിക്കാൻ വന്നത് അദ്ദേഹം ഡോക്ടറാണ്. എന്നിട്ട് അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് വന്നു. അങ്ങനെ ബിസിനസ് കാശുണ്ടാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പെറ്റ് പ്രോജക്റ്റ് ആയിരുന്നു ഏഷ്യാനെറ്റ്. അദ്ദേഹമാണ് തുടങ്ങിയത്. അദ്ദേഹത്തിന് കാശിട്ടതും ഒരുപാട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം വളരെ ഇതിനകത്ത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും ഒരുപാട് പ്രയത്നവും ചെയ്തിട്ടുണ്ട് ഈ ഏഷ്യാനെറ്റ് കെട്ടിപ്പടുത്താനായിട്ട്. അദ്ദേഹം എന്നിട്ട് ശശികുമാർ സാറിനെ എൻ്റെ മാനേജിങ് എഡിറ്ററാക്കുന്നതും ഒക്കെ അന്ന് അവിടെ. അതായത് അപ്പം അന്ന് അങ്ങേൻ്റെ റഷ്യൻ ഹെഡായിരുന്നു. അതെ, റഷ്യയുടെ പ്രതിനിധിയായിരുന്നു. ഹെഡൊന്നുമില്ല, റഷ്യയിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, വാർത്ത വായിക്കുന്ന ആ സമയത്ത് അവിടെ നിന്ന് കണ്ടായിരുന്നോ? അല്ല ഇവിടുന്ന് ടേപ്പ് കൊണ്ടുവന്നിട്ട് അവിടുത്തെ സാറ്റലൈറ്റ് കൂടെ കടത്തി വിടുക. അന്ന് ഈ ബീറ്റെക്കാം ക്യാമറയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ബീറ്റെക്കാം ടേപ്പുകൾ എല്ലാ ദിവസവും വിമാനത്തിൽ